സത്യമാണോ ഈ പറയുന്നേ? അഗ്നിയേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്യുവോ? അച്ചു സംശയത്തോടെ ചോദിച്ചു. ചെയ്തതുകൊണ്ടല്ലേ ഇപ്പം ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാലും അഗ്നിയേട്ടൻ ഇങ്ങനെയൊക്കെ എനിക്കിതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഉം, ഏട്ടത്തിക്ക് വിഷമമില്ലേ? ഏട്ടത്തി ചെയ്യാത്തൊരു തെറ്റിൻ്റെ പേര് വീട്ടിലൊക്കെ ഇങ്ങനെ. പിന്നെ വിഷമമില്ലാതെ എനിക്ക് ഏറ്റവും കൂടുതൽ വിഷമം എൻ്റെ അച്ഛൻ പോലും എന്നെ ഒന്ന് കേൾക്കാൻ നിന്നില്ലല്ലോ എന്ന് ഓർത്തിട്ടാ. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എൻ്റെ അച്ഛൻ വിശ്വസിച്ചില്ലേ? അതാ അതാ എനിക്ക് വിഷമം. കാരണം ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്യില്ലെന്ന് അച്ഛൻ എപ്പോഴും പറയായിരുന്നു. ഞാൻ അങ്ങനെ അച്ഛനെയും അമ്മയും വേദനിപ്പിച്ചിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ അവരെ തല താഴ്ത്താൻ ഇട്ടുകൊടുത്തിട്ട് എൻ്റെ ചേച്ചിയെ മറന്നിട്ട് എൻ്റെ സുഖവും സന്തോഷവും തേടി പോയില്ലെന്ന് അച്ഛന് ഉറപ്പായിരുന്നു. എന്നിട്ടും അവൾ ബാക്കി പറയാതെ കരഞ്ഞു. ഏട്ടത്തി കരയാതെ. അഗ്നിയേട്ടൻ ഏട്ടത്തിയെ പൊന്നുപോലെ നോക്കിക്കോളും. പാവമ്മ എൻ്റെ അഗ്നിയേട്ടൻ. അഗ്നിയേട്ടൻ പോയി സംസാരിച്ചോളും വീട്ടിൽ. ഏട്ടത്തി കരയണ്ട. അച്ചു അവളെ സമാധാനിപ്പിച്ചു. ഇവള് കളിച്ച് കളിച്ച് കിടന്ന് ഉറങ്ങിയത് ഭാഗ്യം. ഇല്ലെങ്കിൽ അവളുടെ അമ്മയെ കരയിച്ചു എന്ന് പറഞ്ഞ ഇവളെന്നെ തല്ലാൻ വന്നേനെ. അച്ചു ചിരിച്ചുകൊണ്ട് പറഞ്ഞതും ദേവയും കണ്ണുനീരിനിടയിൽ ചിരിച്ചു. എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമുണ്ട് അച്ചു. ഇവളെന്താ എന്നെ അമ്മയെന്ന് വിളിച്ചതെന്ന് എനിക്കിപ്പോഴും അറിയില്ല. ഇവൾക്ക് നേരത്തെ എന്നെ പരിചയമുള്ളതുപോലെയാ ഇവൾ എന്നോട് ഓരോ തവണയും പെരുമാറുന്നത്. ആദ്യമായി കാണുന്ന ഒരു അകൽച്ചയും അവൾക്ക് എന്നോടില്ല. അതൊക്കെ അതൊക്കെ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ദേവ സംശയത്തോടെ പറഞ്ഞു. അതാ എനിക്കും സംശയം. സത്യത്തിൽ രുദ്ര ഏട്ടത്തിയുടെ അടുപ്പം കാണിച്ചപ്പോൾ ഞാൻ കരുതിയത് ഏട്ടൻ ചിലപ്പോൾ ഏട്ടത്തിയെ ഇടയ്ക്ക് കാണാൻ വരുമ്പോൾ ഇവളെയും കൊണ്ട് വരുമോ കാണിക്കുമോ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്നാ. അച്ചു പറഞ്ഞു. അതൊന്നുമില്ല. ചാരു ചാരു ചേച്ചി ചിലപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവുമല്ലേ? ആ ചേച്ചിയായിരിക്കും ചിലപ്പോൾ. ശരിയായിരിക്കും. ചാരു ചേച്ചിയുടെ മോളായി ഇവളെ സേഫാക്കേണ്ട ചുമതല ചേച്ചിക്കുണ്ടല്ലോ. എന്നാലും ആരായിരിക്കും ഇവളുടെ അച്ഛൻ? എന്തിനായിരിക്കും ചാരു ചേച്ചി അയാൾ ചതിച്ചത്? ഇത്ര അടുപ്പം ഉണ്ടായിട്ട് എന്തായിരിക്കും ചാരു ചേച്ചി അത് ആരോടും തുറന്നു പറയാഞ്ഞത്? ദേവ സംശയത്തോട് ചോദിച്ചു. ഒന്നും അറിയില്ല ഏട്ടത്തി. അഗ്നിയേട്ടൻ എന്തൊക്കെയോ അറിയാം, പക്ഷേ ഏട്ടൻ പറയില്ല അതൊന്നും. മുത്തശ്ശി ഒരുപാട് ചോദിച്ചതാ, പക്ഷേ ഏട്ടൻ ഒഴിഞ്ഞു മാറി. അച്ചു, ദേവ അവളെ വിളിച്ചു. അത് ഈ കോൺട്രാക്റ്റിനെ പറ്റിയൊന്നും നീ ആരോടും പറയരുത്. അപ്പോൾ ഏട്ടത്തി 2 വർഷം കഴിഞ്ഞ് ഇവിടുന്ന് പോവുമോ? അച്ചു വിഷമത്തോട് ചോദിച്ചു. പോവണം. അതിനു മുമ്പ് എനിക്ക് എൻ്റെ അച്ഛനെയും അമ്മയും കണ്ട് കാര്യങ്ങളെല്ലാം പറയണം. എൻ്റെ ചേച്ചി, ഞാനെല്ലാം എൻ്റെ ചേച്ചിയോടായിരുന്നു പറയുന്നത്. ചേച്ചിയെങ്കിലും എന്നെ വിശ്വസിച്ചാൽ മതിയായിരുന്നു. അവൾ വിഷമത്തോടെ പറഞ്ഞു. ചേച്ചി എന്ത് ചെയ്യുക? അല്ല, ചേച്ചി ഉണ്ടായിട്ടും പിന്നെ ഏട്ടത്തി എന്താ ജോലിക്ക് പോയത്? ചേച്ചിക്ക് ജോലിയൊന്നുമില്ലേ? ചേച്ചി വീൽ ചെയറിലാണ്. ചേച്ചിക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയതാ പണ്ട്. അതെയോ? ചേച്ചിയുടെ കാര്യവും വീട്ടിലെ കാര്യവും എല്ലാം കൂടി അച്ഛൻ്റെ കയ്യിൽ കൂടി ഓടില്ല. അതുകൊണ്ടാണ് ഞാൻ ഡിഗ്രി കഴിഞ്ഞപ്പോൾ അങ്ങനെ പോയത്. എന്നെക്കൊണ്ടാകുന്ന സഹായം വീട്ടിൽ ചെയ്യണമെന്ന് മാത്രമേ ഞാൻ ഓർത്തുള്ളൂ. പക്ഷെ അതെൻ്റെ ജീവിതം തന്നെ മാറ്റിമറിക്കുമെന്ന് ഞാൻ കരുതിയില്ല. ഏട്ടത്തി, ഈ കാര്യങ്ങളൊക്കെ ഇവിടെ വേറെ ആരറിഞ്ഞാലും എൻ്റെ അമ്മയും ചേച്ചിയുടെയും ചെവിയിലെത്തരുത്. അവരാണ് ഏറ്റവും വലിയ പാര. അവർ മുത്തശ്ശിയോട് പറഞ്ഞാൽ പിന്നെ ഇവിടെ വഴക്ക് നടക്കും. അവൾ ചെറിയ പേടിയോടെ പറഞ്ഞു. ഞാൻ ആരോടും ഇതൊന്നും പറയാൻ പോകുന്നില്ല അച്ചു. നിന്നോട് എനിക്ക് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാ. പിന്നെ നാളെ മുതൽ എനിക്ക് ക്ലാസ് ഉണ്ട്. ഞാൻ പോയിട്ട് ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ വരും. അതുവരെ അമ്മയും മോളും തനിയെ ഇരിക്കേണ്ടി വരും. അഗ്നിയേട്ടനും രഞ്ജുവേട്ടനും ഓഫീസിലും പോകും. എൻ്റെ അമ്മയും ചേച്ചി അറിയാലോ, ഏട്ടത്തിയൊന്ന് സൂക്ഷിക്കണം. രുദ്രമോളെയും. അച്ചു എന്തോ ഓർത്തതുപോലെ അവളെ പറഞ്ഞ് ഓർമ്മിപ്പിച്ചു. അവൾ അതിന് മൂളിക്കൊണ്ട് തലയാട്ടി. ആദ്യം ആ ചാരുവായിരുന്നു നമ്മുടെ തടസ്സം. ഇപ്പതേ വേറൊരുത്തി, ദേവാൻഷി. ആതിര പുച്ഛത്തോടെ പറഞ്ഞു. എന്താടി അവളെ വെച്ച് സംഭവിച്ചത്? എങ്ങനെ അവളുടെ കാലി മടങ്ങിയത്? അത് അവളെ ഞാൻ തന്നെ തള്ളിയിട്ടതാ. അവൾ പറഞ്ഞുകൊണ്ട് കടയിലുണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞു. നീ എന്തിനാ അഗ്നിയുള്ളപ്പോൾ ആ പെണ്ണിനോട് അങ്ങനെയൊക്കെ പറയാൻ പോയത്? ഞാൻ ഓർത്തോ അവൾ വന്ന് അഗ്നിയേട്ടനെ കല്യാണത്തിന് വിളിക്കുമെന്ന്. തന്നെയുമല്ല, അവളെ കാണാനും ഒന്നിനും കൊള്ളില്ല. എന്നിട്ട് അവൾ കെട്ടാൻ പോകുന്ന ചെറുക്കനെ അമ്മയൊന്ന് കാണണം. എന്ത് സുന്ദരനാണെന്നറിയോ? പിന്നെ ജോലിയോ പോലീസിലും. അവൾ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ഞാനങ്ങ് ചെറുതായതുപോലെ. അതുകൊണ്ടാണ് ഞാൻ അഗ്നിയേട്ടൻ എൻ്റെ ഭർത്താവെന്ന് അവളോട് കള്ളം പറഞ്ഞത്. ഇനിയിപ്പോൾ കഴിഞ്ഞത് കഴിഞ്ഞ്. അഗ്നി എന്തേലും ചോദിച്ചാൽ ഇനി നീ എന്ത് പറയും? എനിക്കറിയില്ല. അപ്പം എന്താണോ തോന്നുന്നത് അത് ഞാനങ്ങ് പറയും. പക്ഷെ അമ്മേ, ആ ദേവയെ ഇവിടെ അധികകാലം നിർത്തരുത്. അവൾ ഇവിടെ നിൽക്കുന്ന ഓരോ ദിവസവും നമ്മുടെ സമയം കുറഞ്ഞുകൊണ്ടിരിക്കുക. അത് ശരിയാ നീ പറഞ്ഞത്. അഗ്നിയുടെ കയ്യിലാണ് ഇതിൻ്റെ പകുതി മുക്കാൽ ഷെയറും. അവൻ്റെ അമ്മയും അച്ഛനും പോയതിനു ശേഷം ഞാനും നീയും ഒരുപാട് അവനെ നോവിച്ചിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്. അതിനൊന്നും അവൻ പകരം ചോദിക്കാതെ നമ്മളെ ഇവിടെ നിർത്തിയിരിക്കുന്നത് തന്നെ വലിയ ഭാഗ്യം. അത് നമുക്ക് കിട്ടിയ ഒരു അവസരം കൂടിയാണ്. നീ അഗ്നിയോടും അതിൽ കൂടുതൽ രുദ്രയോടും വേണം സ്നേഹം കാണിക്കാൻ. അങ്ങനെ അവൻ്റെ മനസ്സിൽ നീ കയറി പറ്റണം. പിന്നെ ഈ ദേവയില്ലേ, ആ നാശത്തിന് ഇവിടുന്ന് അഗ്നി തന്നെ പറഞ്ഞു വിടണം. അതിനുള്ള മാർഗങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അത് കഴിഞ്ഞ പീക്കിരി പെണ്ണ് രുദ്ര,
അവർ വല്ലാത്ത ഭാവത്തോടെ പറഞ്ഞു. ആ ചാരു ചത്തപ്പോൾ ഞാൻ വിചാരിച്ചു ശല്യം പോയെന്ന്. പക്ഷെ അതിലും വലിയൊരു ശല്യത്തെ നമുക്ക് തന്നിട്ടാണ് അവൾ പോകുന്നതെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാനതല്ല അമ്മയെ ആലോചിക്കുന്നത്. ആ രുദ്ര എന്താ നമ്മളോട് മാത്രം അടുക്കാത്തത്? ഞാൻ എത്ര തവണ അവളെ എടുക്കാനും ചുമ്മാതെങ്കിലും അഗ്നിയേട്ടനെ കാണിക്കാൻ അവളെ ഒന്ന് കൊഞ്ചിക്കാനൊക്കെ ശ്രമിച്ചതായിരുന്നു. പക്ഷെ ആ പെണ്ണ് നമ്മളോട് മാത്രം അടുക്കില്ല. ആ ചാരു എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പോയതുപോലെ. അതിനറിയാം ആരോട് അടുക്കണം, ആരെ അകറ്റണമെന്നൊക്കെ. ആതിര എന്തോ ഓർത്തതുപോലെ പറഞ്ഞു. ശരിയാ നീ ആ പറഞ്ഞത്. ഞാനും അത് ആലോചിക്കാറുണ്ട്. വരട്ടെ, നോക്കാം. ആദ്യം ദേവാൻഷി, പിന്നെ രുദ്ര. അവരെന്തോ ആലോചിച്ചതുപോലെ പറഞ്ഞു. വൈകിട്ട് അഗ്നി വന്നപ്പോൾ ദേവൻ നല്ല മയക്കത്തിലായിരുന്നു. കുഞ്ഞിനെ ചുറ്റിപ്പിടിച്ച് കിടക്കുകയായിരുന്നു അവൾ. അവളും തൻ്റെ അമ്മയുടെ ചുടിൽ ചുരുണ്ടുകൂടി മയങ്ങുകയായിരുന്നു. അത് കണ്ടതും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ഡ്രസ്സ് മാറി മുണ്ടും ഷർട്ടും ഇട്ടുകൊണ്ട് അവളുടെ കാലിൻ്റെ അടുത്തേക്ക് വന്നിരുന്നു. അവളുടെ കാലിൽ അവനൊന്ന് തലോടി. ഹോസ്പിറ്റലിൽ നിന്നും കൊടുത്ത മരുന്ന് അവൻ കൈകളിൽ എടുത്തുകൊണ്ട് അവളുടെ കാലിലേക്ക് പുരട്ടിക്കൊടുത്തു. കാലിൽ എന്തോ തണുപ്പറിഞ്ഞതും അവൾ കണ്ണുകൾ ചിമ്മി തുറന്നു. കാലിൻ്റെ അടുത്ത് അഗ്നി ഇരിക്കുന്നത് കണ്ട് അവൾ ഞെട്ടി എഴുന്നേറ്റു. ഞാൻ മരുന്ന് പുരട്ടാൻ അത് ഞാൻ ചെയ്തോളാം, ഇങ്ങ് തന്നേക്ക്. അവൾ കൈകൾ നീട്ടിക്കൊണ്ട് പറഞ്ഞു. വേണ്ട, നിന്റെ കയ്യിലൊക്കെ ആകും, പിന്നെ കഴുകാൻ എഴുന്നേറ്റ് പോണ്ടി വരും, ഞാൻ ചെയ്തു തരാം. അവൻ പറഞ്ഞുകൊണ്ട് അവളുടെ കാലുകൾ ഒഴിയാൻ പോയതും അവൾ തടഞ്ഞു. വേണ്ട, ഞാൻ ചെയ്തോളാം. അവൾ അവൻ്റെ കൈകളെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു. ദേവാ, പറയുന്നതനുസരിക്ക്, വെറുതെ എന്നെ ദേഷ്യം പിടിപ്പിക്കരുത്. ഞാൻ ചെയ്തോളാം നിന്നോട് പറഞ്ഞില്ലേ? അവൻ കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞതും പിന്നെ അവളൊന്നും തന്നെ മിണ്ടിയില്ല. അവൻ മരുന്ന് കൈകളിലേക്ക് എടുത്തുകൊണ്ട് അവളുടെ കാല് ഒഴിഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നു. അവർക്കെന്തോ അപ്പോൾ വല്ലാത്തൊരു ആശ്വാസം തോന്നിയിരുന്നു. അത്രയും മതി. അവൾ കാലൊഴിഞ്ഞുകൊണ്ടിരിക്കുന്ന അവനെ നോക്കി പറഞ്ഞു. വേദനയോ മറ്റോ ഉണ്ടേ പറയണേ ദേവാ, നമുക്ക് മറ്റേതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിക്കാം. എൻ്റെ കാര്യത്തിൽ അത്രയൊക്കെ ആവലാതിയുണ്ടോ അഗ്നിദത്തിന്? എൻ്റെ മോളുടെ അമ്മയുടെ കാര്യത്തിൽ അവളുടെ അച്ഛനായ എനിക്ക് ആവലാതി ഇല്ലാതിരിക്കുവോ? അവൻ തിരിച്ചും ചിരിച്ചുകൊണ്ട് അവളോട് ചോദിച്ചു. രുദ്രയുടെ കാര്യത്തിൽ അത്രയും അവലാതി ഉണ്ടായിരുന്ന അച്ഛൻ എന്തുകൊണ്ടാ എനിക്കും ഒരു അച്ഛനും അമ്മയുണ്ടെന്നൊക്കെ ഓർക്കാഞ്ഞത്? അവൾ കണ്ണുകൾ നിറച്ച് ചോദിച്ചു. അത് കേട്ടത് അവൾക്ക് ദേഷ്യം വന്നു. ദേവാ, ആ ടോപ്പിക്ക് നമുക്കിനിടയിൽ ഒരു സംസാരമായിട്ട് വരരുത്. എനിക്കത് ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങൾ എന്താ ഈ പറഞ്ഞു വരുന്നേ? എൻ്റെ വീട്ടുകാരെ ഞാൻ ഈ 2 വർഷം മറന്ന് ജീവിക്കണമെന്നാണോ? ഈ 2 വർഷം കഴിഞ്ഞ് ഞാൻ എങ്ങോട്ട് പോകും? നിങ്ങൾക്കിതൊക്കെ എന്താ കുട്ടിക്കളിയാണോ? ഒരു എഗ്രിമെൻ്റ് വിവാഹം? അവൾ പുച്ഛത്തോടെ പറഞ്ഞു. ദേവാ, നിന്റെ വീട്ടുകാരെ മറക്കാൻ ഞാൻ പറഞ്ഞിട്ടില്ല. വെറുതെ നീ ഇവിടെ കിടന്ന് സംസാരിച്ചൊന്നും മറ്റുള്ളവരെ അറിയിക്കരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, നിന്റെ വീട്ടുകാരെ ഞാൻ 2 വർഷത്തിനുള്ളിൽ കൺവിൻസ് ചെയ്യിപ്പിച്ചോളാം. നിനക്കത് പോരെ? അവൻ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ദേഷ്യത്തോട് ചോദിച്ചു. അച്ഛേ. അവൾ തൻ്റെ കുഞ്ഞിക്കണ്ണുകൾ ചിമ്മിത്തുറന്നുകൊണ്ട് അവനെ വിളിച്ചു. അച്ഛയുടെ കുഞ്ഞ് എഴുന്നേറ്റോ? അവൻ അവളെ എടുത്തുകൊണ്ട് ചോദിച്ചു. അച്ഛേ, അമ്മ വക്ക് പഞ്ഞോ? അവൾ സംശയത്തോട് ചോദിച്ചു. അച്ഛയുടെ കുഞ്ഞി അമ്മയോട് പറയണം അച്ഛയെ ദേഷ്യം പിടിപ്പിക്കരുതെന്ന്. അച്ഛയ്ക്ക് ദേഷ്യം വരുമ്പോഴാണ് അച്ഛനമ്മയെ വഴക്ക് പറയുന്നത്. അവൻ കുഞ്ഞിനെ നോക്കി പറഞ്ഞതും അവൾ തലയാട്ടി. അച്ഛയെ ദേഷ്യം പിടിപ്പിക്കരുത് കേട്ടോ. അവൾ വലിയ കാര്യം പറയുന്നത് പോലെ പറഞ്ഞു. അതിനവൾ തലയാട്ടി. അഗ്നി കുഞ്ഞിനെയും എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയി. അവൾ കട്ടിൽ കിടന്നുകൊണ്ട് കരഞ്ഞു. പുറത്തു നിന്നെല്ലാം കേട്ടുകൊണ്ട് നിന്ന് അവളുടെ ചുണ്ടിൽ പുഞ്ചിരി വിടർന്നു. അവൻ കുഞ്ഞിനെയും കൊണ്ട് വരുന്നത് കണ്ടതും അവൾ പെട്ടെന്ന് തന്നെ മുറിയിലേക്ക് പോയി. അമ്മേ, ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. സരോജിനിയുടെ മുറിയിലേക്ക് കയറി അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. എന്താടി, നല്ല ന്യൂസ് എന്തോ ആണെന്ന് തോന്നുന്നല്ലോ. അതെ, ആ ദേവയെ ഇവിടുന്ന് പുറത്താക്കാൻ നമുക്ക് കിട്ടിയൊരു അവസരമാണ് അമ്മേ. നീ കാര്യം പറ, എന്താ കാര്യം? അഗ്നിയേട്ടനും അവളും തമ്മിൽ ഒരു ബന്ധവും ഇല്ലമ്മേ. അവർ തമ്മിലുള്ളതൊരു എഗ്രിമെൻ്റ് വിവാഹമാണ്. 2 വർഷത്തെ എഗ്രിമെൻ്റ് വിവാഹം. അല്ലാതെ അവളെ പ്രേമിച്ച് കിട്ടിയതൊന്നും അല്ല. അവൾ ചിരിച്ചുകൊണ്ട് തൻ്റെ അമ്മയോട് പറഞ്ഞു. നീ ഇതെങ്ങനെ അറിഞ്ഞു? ഞാൻ അവരുടെ മുറിയുടെ അടുത്തുകൂടി പോവായിരുന്നു. അപ്പോഴാണ് അഗ്നിയേട്ടൻ്റെ ഒച്ചയോടുള്ള സംസാരം കേട്ടത്. അവൾ കേട്ട കാര്യങ്ങളെല്ലാം അവരോട് പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ ഇവിടെ എല്ലാവരും അറിയുമെന്ന് പേടിയുണ്ടല്ലോ അവന്. അമ്മ അറിഞ്ഞാൽ എന്തായാലും അവളെ ഇവിടുന്ന് പുറത്താക്കുമെന്ന് അവനും അറിയാം. ഇത് നമുക്ക് വീണ് കിട്ടിയ ഒരു അവസരമാണ്. നമുക്കിപ്പോൾ തന്നെ ഇത് മുത്തശ്ശിയോട് പറഞ്ഞാലോ? ആതിര ചോദിച്ചു. വേണ്ട, ഇപ്പം പറയണ്ട. 2-3 ദിവസം കഴിയട്ടെ. ഇതിനൊരു തീരുമാനം നമുക്കുണ്ടാക്കാം. അതിനെന്തിനാ 2-3 ദിവസം? ഇപ്പം തന്നെ പറഞ്ഞാൽ മുത്തശ്ശി ഇപ്പം തന്നെ അവളെ പുറത്താക്കില്ലേ? മണ്ടത്തരം കാണിക്കണ്ട. നിനക്ക് ഓർമ്മയില്ലേ, അന്ന് അഗ്നിയുമായിട്ട് വഴക്കുണ്ടാക്കിയല്ലേ അമ്മയ്ക്ക് ബി പി കൂടിയത്? ഇതിപ്പോൾ നമ്മൾ ചെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്ക് വീണ്ടും ബി പി കൂടി എന്തെങ്കിലും സംഭവിച്ചാൽ അത് നമ്മുടെ തലയിൽ വരും. നീ വിഷമിക്കാതിരിക്കുക, നമുക്കൊരു അവസരം വരും. അപ്പം നമുക്കിത് എടുത്തിടാം. അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞതും അവൾക്കും അത് ശരിയാണെന്ന് തോന്നി. രാത്രിയിൽ ദേവാ, ദേ ഫുഡ് കഴിക്ക്. അവൻ ഒരു പ്ലേറ്റ് ഫുഡുമായി അവളുടെ അടുത്തേക്ക് വന്നിരുന്നുകൊണ്ട് പറഞ്ഞു. എനിക്ക് വിശപ്പില്ല. അവൾ അവനെ നോക്കാതെ പറഞ്ഞു. ദേവ, എന്നോടുള്ള വാശി നീ ആഹാരത്തോട് കാണിക്കണ്ട. ഇത് കഴിക്ക്. എനിക്ക് വേണ്ടെന്ന് പറഞ്ഞില്ലേ? എല്ലാവരും സ്വാർത്ഥരാ. നിങ്ങളും സ്വാർത്ഥനാ. നിങ്ങളുടെ കാര്യം നേടിയെടുക്കാൻ നിങ്ങൾ എന്ത് സ്വാർത്ഥതയും കാണിക്കും. അവൾ ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു. ദേവാ, അവൻ ദേഷ്യത്തോടെ വിളിച്ചു. അവൾ നിറകണ്ണുകളോടെ അവനെ നോക്കി.
ദേവ, ഞാൻ നിൻ്റെ കാല് പിടിക്കാം, പ്ലീസ്. ഒച്ചയുണ്ടാക്കി നീ ആരെയും അറിയിക്കരുത്. എനിക്ക് വേണ്ടിയല്ല, എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഞാൻ നിന്നോട് അപേക്ഷിക്കുന്നത്. പ്ലീസ് ദേവ. അവൻ അവളുടെ കാലിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞതും അവൾ പൊട്ടിക്കരഞ്ഞു. അവൻ ഫുഡ് അവിടെ വെച്ചിട്ട് അവളുടെ അടുത്തേക്ക് ചെന്നിരുന്നു. എൻ്റെ ചേച്ചിക്ക് വയ്യാത്തയാ. എൻ്റെ അച്ഛൻ്റെ കയ്യിൽ കൂടെ മാത്രം ആ വീട് ഓടില്ല. എല്ലാ മാസവും ചേച്ചിയെ ഹോസ്പിറ്റലിൽ കാണിക്കാൻ തന്നെ നല്ലൊരു എമൗണ്ട് വേണം. എനിക്ക് അതൊക്കെ ഓർത്തപ്പോൾ അവൾ രണ്ട് കൈകളും മുഖത്തോട് ചേർത്ത് വെച്ച് പൊട്ടിക്കരഞ്ഞു. അവൻ അവളുടെ തോളിൽ കൂടി കൈയിട്ടുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു. ദേവ, കരയണ്ട. ഇന്നു മുതൽ എല്ലാ മാസവും നിന്റെ ചേച്ചിയുടെ കാര്യത്തിലുള്ള എമൗണ്ട് നിന്റെ വീട്ടിലെത്തും. അവൻ പറഞ്ഞതും അവൾ നിറകണ്ണുകളോടെ അവനെ നോക്കി. അത് അച്ഛൻ സമ്മതിക്കില്ല. ഇവിടെ നിന്നാണെന്നറിഞ്ഞാൽ അച്ഛൻ സമ്മതിക്കില്ല. അതറിഞ്ഞാലല്ലേ? അതൊന്നും അറിയാതെ തന്നെ ഞാൻ ചെയ്തോളാം. നിനക്കതുപോരെ? അവൾ മൂളിക്കൊണ്ട് തലയാട്ടി. അച്ഛനും അമ്മയും ഇതൊക്കെ വിശ്വസിക്കുമോ? 2 വർഷം കഴിഞ്ഞ് ഞാൻ ചെല്ലുമ്പോൾ എല്ലാം ശരിയാകും ദേവ. ഞാനല്ലേ പറയുന്നേ. നീ വിശന്നിരിക്കാതെ ഇത് കഴിച്ചേ. ഞാൻ മോളെ എടുത്തിട്ട് വരാം. അവൻ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. കുറച്ച് കഴിഞ്ഞതും അവൻ കുഞ്ഞിനെയും കൊണ്ട് വന്നിരുന്നു. അമ്മേ, അവൾ വിളിച്ചുകൊണ്ട് കട്ടിലിൽ ചാടിക്കയറി അവളുടെ അടുത്തേക്കിരുന്നു. കുഞ്ഞി എവിടെയായിരുന്നു? അവൾ കുഞ്ഞിനെ മടിയിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് ചോദിച്ചു. ഇച്ചമ്മയുടെ കൂടെ കച്ചു വന്നു. അമ്മയ്ക്ക് ഉവാവല്ലേ, അതാ മോല് വരാഞ്ഞേ. അവൾ പറഞ്ഞു. കുഞ്ഞി, ചോറുണ്ടോ? കഴിച്ചു. അമ്മ കഴിച്ചോ? ഇല്ല. ചേ, അമ്മയ്ക്ക് ചോറ് കൊക്ക്. അവൾ അഗ്നിയെ നോക്കി പറഞ്ഞു. കൊടുത്തു കണ്ണ, പക്ഷെ അമ്മ കഴിക്കുന്നില്ല. മോള് പറയാം അമ്മയോട് കഴിക്കാൻ. അഗ്നി അവളെ നോക്കി പറഞ്ഞു. കച്ചമ്മേ. അവൾ പറഞ്ഞതും അഗ്നി ടേബിളിൽ നിന്ന് ചോറെടുത്ത് അവൾക്ക് നേരെ നീട്ടി. അവൾ അവനെ ഒന്ന് നോക്കിയിട്ട് അത് വാങ്ങി. കൈ കഴുകിയില്ല. അവൾ പറഞ്ഞുകൊണ്ട് കട്ടിലിൽ നിന്നും എഴുന്നേറ്റു. അഗ്നി അവളുടെ കയ്യിൽ പിടിച്ച് ബാത്റൂമിലേക്കാക്കി. അവൾ കൈ കഴുകിയിട്ട് ഇറങ്ങി വന്ന് ഫുഡ് കഴിച്ചു. തിരിച്ചും അവൻ തന്നെ അവളെ ബാത്റൂമിലേക്ക് കൈപിടിച്ചാക്കിയിരുന്നു. ഫുഡെല്ലാം കഴിച്ചിട്ട് അവർ കിടക്കാൻ തുടങ്ങി. കുഞ്ഞാദ്യമേ കയറി കട്ടിലിൻ്റെ നടുക്ക് സ്ഥാനം പിടിച്ചുകൊണ്ട് രണ്ടുപേരെയും മാറി മാറി നോക്കി. ദേവ അവളുടെ ഇടത്ത് സൈഡിലേക്ക് കിടന്നതും അവനും ലൈറ്റ് അണച്ചിട്ട് വന്ന് അവളുടെ വലത്ത് സൈഡിലേക്കും കിടന്നു. അവൾ രണ്ടുപേരുടെയും കൈയെടുത്ത് അവളുടെ ദേഹത്തേക്ക് വെച്ചു. തൻ്റെ അച്ഛൻ്റെ അമ്മയുടെ സ്നേഹത്തിലും സംരക്ഷണത്തിലും അവൾ അപ്പോഴേ ഉറങ്ങിപ്പോയിരുന്നു.